അസ്സലാമലൈക്കും സലാം. നാട്ടില് ഞാനിതാ 2 ദിവസമായി നിങ്ങളെ കാണാനായിട്ട് പഠിക്കുന്നു. സുഖമല്ല. ഹലോ അസ്സലാമലൈക്കും, നമസ്കാരം. കൂട്ടുകാർ സലാഹാണ്. ഞാൻ യാദൃശ്ചികമായിട്ട് നമ്മളെ കുട്ടികളെയും കൂട്ടിയിട്ട് ഇവിടെ ഈ മുനവ്വർ മദ്രസിൻ്റെ അടുത്ത് ഒരു ടർഫുണ്ട്. 2005 എന്നുള്ളൊരു ടർഫുണ്ട്. ആ ടർഫിൽ അവർ കളിക്കാനുണ്ട് എന്ന് ഞങ്ങളീ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അവരെ കൂടെ വന്നതാണ്. യാദൃശ്ചികമായിട്ട് വളരെ പഴക്കം ചെന്ന സൗഹൃദം കീപ്പ് നമ്മളൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള സലാം ചാരെ കാണുകയും ആ ഒരു പരിചയം പുതുക്കുകയും അങ്ങനെ സലാം ചാരെ തേടി ഇവിടെ എത്തിയതാണ്. അപ്പോൾ സലാം ചാരെ കുറച്ച് വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കാരണം ഒരു എക്സ് പ്രവാസിയാണ്. അദ്ദേഹത്തിന് നമ്മളോട് പലതും പറയാനുണ്ട്. എന്താന്ന് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. ഓക്കെ, എന്തുണ്ട് സലാം ചാ വിശേഷങ്ങളല്ല? നല്ല സുഖമായിട്ട് കഴിയുന്നു. അപ്പൊ നിങ്ങൾ ഈ ഫീൽഡിൽ തന്നെ തിരിച്ചെത്തിയില്ലേ? അവിടെ ഏതാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു? ഞാൻ ദുബായിലെ ഒരു സ്റ്റേഷൻ വരെ ആഫ്രിക്കൻ എക്സ്പ്രസിന്റെ ആഫ്രിക്കൻ എക്സ്പ്രസ് എന്നൊരു ഫ്ലൈറ്റ് കാണില്ലേ? അതെ സ്റ്റേഷൻ. അപ്പൊ അതിന്റെ സ്റ്റേഷൻ വരെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എല്ലാവരും നാട്ടുകാരെ കാണാം, അവിടെ സഹായിക്കാം. അത് ആംബിയൻസിന് വേണ്ടിട്ട് അവിടെ ഒരു ഓഫീസ് തുടങ്ങി. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ നാട്ടിലുള്ള പല ട്രാവൽസുകാർക്കും യഥാർത്ഥ പ്രവാസിയുടെ പ്രയാസങ്ങൾ അറിയില്ല ചില വിഷയങ്ങൾ. പക്ഷെ നിങ്ങൾക്കത് 100% ഉൾക്കൊള്ളാൻ പറ്റും. കാരണം നിങ്ങൾ വർഷങ്ങളോളം പ്രവാസിയാണ്. പ്രവാസിക്ക് അപ്പുറം ഞാനൊരു എയർപോർട്ടിൽ ജോലിയില്ല. എയർപോർട്ടിൽ സ്റ്റാൻഡിലെ പാസഞ്ചർ അറിയും, അവരുടെ വിഷമങ്ങള്, അവരുടെ വിസ പ്രശ്നങ്ങള്, ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾ, അതൊക്കെ അറിയാൻ പറ്റും. ഒരു പുതിയൊരാൾ പോകുമ്പോൾ എന്തെല്ലാം വിഷയങ്ങൾ എന്തെല്ലാം വേണ്ടി വരും എന്നെല്ലാം അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും. എന്തൊക്കെ ചെയ്യുന്നുണ്ട് സലച്ച? ഇപ്പൊ ഞാന് വിസ ചെയ്യുന്നുണ്ട്, ടിക്കറ്റ്, റെയിൽവേ ടിക്കറ്റ്, ദുബായ് UAE വിസ ചെയ്യുന്നുണ്ട്, അതുപോലെ GCC കൺട്രീസിന്റെ വിസ, അതുപോലെ വിസിറ്റ് ടൂറ്, ചെറിയ ചെറിയ പാക്കേജ് ഗൾഫില്ല, ഊട്ടിയാണ്, കൊടൈക്കനാല്, ഡെയിലി പോകുന്ന പാക്കേജസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉംറ ചെയ്യുന്നുണ്ട്, ഹജ്ജില്ല ഉംറ ചെയ്യുന്നുണ്ട്. പിന്നെ റെയിൽവേ ടിക്കറ്റ്, ബസ് ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു യാത്രക്കാരനെ മാതിരി അതുപോലെ നിങ്ങളുടെ പെപ്പ് ഉണ്ടാവും. നിങ്ങൾക്കിപ്പം തൃക്കരിപ്പൂര് വിട്ട് പുറത്തേക്ക് എവിടെ പോകണമെങ്കിലും നമുക്ക് ഗേറ്റ് വേ ട്രാവൽസിൽ അങ്ങനെ ഇപ്പൊ സപ്പോസ് ഒരു തത്കാൽ ടിക്കറ്റ് കോഴിക്കോടേക്ക് പോകണമെങ്കിൽ പറ്റും. സുലഭ്, ഈ ഇടക്ക് ന്യൂസ് എല്ലാം ന്യൂസ് നല്ല വൈറലാണ്. എല്ലാ ന്യൂസും ചെയ്യാൻ പറ്റുള്ളൂ വളരെ നന്നായിട്ട്. അപ്പൊ ന്യൂസ് അതൊരു ജീവിത മാർഗമല്ല, ഒരു ഹോബി, ഒരു പാഷൻ. ഇപ്പൊ സാധാരണ ചിലര് സിനിമക്ക് പോയിട്ട് സമയം കളയും, അല്ലെങ്കിൽ മറ്റുള്ള എന്റർടൈൻമെന്റ്, അത് അതിന്റെ ഒരു പാഷൻ നിലയിൽ മാത്രം, വേറെ വരുമാന മാർഗമൊന്നുമില്ല, ആരോടും വിധേയത്വമൊന്നുമില്ല. ഇന്ന് ചെയ്താൽ നാളെ ചെയ്യണമെന്നില്ല, സൗകര്യം പോലെ. എനിക്ക് ഇന്ന് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ സമയമുണ്ട്, അതിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ന്യൂസ് നല്ല വൈറലാക്കാനുള്ള ശ്രമം നടത്തും. ഒരു ന്യൂസ് മതി ആഴ്ചക്ക് 1-2. അത് നന്നായിട്ട് അത് വരുമാന മാർഗത്തെ ഉദ്ദേശമല്ല. പൊതുവെ പിന്നെ ഒരു പ്രവാസി, ഒരു എക്സ് പ്രവാസി എന്നുള്ള രീതിയിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പൊ ഗൾഫിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനവും കാര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് പറിച്ചു നടും പോലെ നമ്മുടെ നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനുള്ള ശ്രമം നടന്നു. പല പ്രവാസികളും പരാജയപ്പെടുന്ന ഒരു ഏരിയ ആണത് സാധാരണഗതിയിൽ. കാരണം ഒരു സിസ്റ്റമാറ്റിക്കൽ ലൈഫ് നിന്ന് പെട്ടെന്ന് അത്രയും സിസ്റ്റമാറ്റിക്കൽ അല്ലാത്ത ഒരു സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്വാഭാവിക ആ ഒരു ഇതുണ്ടല്ലോ, അത് ഉണ്ടായിട്ടില്ല. അതുണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ വന്ന ഉടനെ എനിക്ക് ഏകദേശം ടെർമിനേഷൻ്റെ അതിന്റെ ഐഡിയ തോന്നിയത് തന്നെ ഞാൻ അതിന്റെ ഒരു ഫീഡ് വർക്ക് അവിടുന്ന് തുടങ്ങിയിരുന്നു. എത്ര വർഷം ഒരു 6 മാസം മുമ്പേ ചെയ്തിരുന്നു. 6 മാസം മുമ്പേ ഫസ്റ്റ് ചെയ്തത് വെള്ളാപ്പിൽ നമ്മളെ അക്ബർ ട്രാവൽസ് ജോലി ചെയ്യുന്ന കാസിം ഒരു ഐഡിയ അക്ബർ ട്രാവൽസുമായിട്ട് ബന്ധപ്പെടാനും പോർട്ടലൊക്കെ അപ്പൊ അവിടെ തുടങ്ങി. അൽഹിന്ദുണ്ട്, ഒരു പോർട്ടലുണ്ട്, എല്ലാ ട്രാവൽസിന്റെ പോർട്ടലുണ്ട്. അപ്പൊ എനിക്ക് വന്നിട്ട് അങ്ങനെ ബോറായി തോന്നിയില്ല. വന്ന് ഇവിടെ എത്തി ഉടനെ നെക്സ്റ്റ് ഡേ തന്നെ ഇതിന്റെ വർക്കായി. ഇതുവരെ ഒരു ഫ്രീ അല്ലെങ്കിൽ നാട്ടിൽ വന്നിട്ട് റെസ്റ്റ് പോയിട്ടില്ല. അതിന്റെ തെളിവാണ് ദുബായിന്റെ ഒരു മർഹബ സർവീസ്, ദുബായ് എയർപോർട്ടിന്റെ മർഹബ സർവീസ്. അപ്പൊ അതിന്റെ ലോഞ്ച് ഇവിടുന്ന് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ എമിറേറ്റ്സിൽ യാത്ര ചെയ്യണം. അതന്നല്ലേ ക്രൈറ്റീരിയ അതിന്റെ മുൻഗണനയാണ്. ബാക്കി എയർലൈൻസിൽ യാത്ര ചെയ്താൽ കൊടുക്കാൻ പറ്റില്ല.
അത് ഇതല്ലേ മറ്റേ ചെയർ പോലുള്ള അങ്ങനെയുള്ള സൗകര്യം ലോഞ്ച് കൊടുക്കാൻ പറ്റുമല്ലോ. ആ ലോഞ്ച് കൊടുക്കാം. ലോഞ്ച് കൊടുക്കാൻ അതിന്റെ പേയ്മെന്റ് ഉണ്ട്. പേയ്മെന്റ് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരം സാഹചര്യം കാരണം ചിലപ്പം ഈ വിസിറ്റിംഗ് എല്ലാം പോകുന്ന പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഇത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ കുറച്ചുകൂടെ ഇതായിരിക്കും. മറ്റിപ്പോ സാധാരണ നമ്മുടെ നാട്ടിലുള്ള മറ്റു ട്രാവൽസുകൾ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് മാത്രം കൊടുക്കും. ടിക്കറ്റ് മാത്രം. എന്നാൽ നിങ്ങളുടെ ആളുടെ ആരോഗ്യം പരിഗണിച്ചിട്ട് ഇന്നത് വേണോ എന്നത് വേണോ. ടിക്കറ്റ് മാത്രമല്ല, അതിന്റെ ആ ഒരു ഫോളോ അപ്പ്, ഒരു യാത്രക്കാരനെ പോലെ ആള് കൂടെ തന്നെ സഞ്ചരിക്കും. അവിടെ ഇറങ്ങുന്നവരെയും വരുന്നവരെല്ലാം അങ്ങനെ ഒരു പാഷനായിട്ട് അങ്ങനെയാണ് അവരുടെ സൗകര്യങ്ങളൊക്കെ അറിഞ്ഞ്. വെറും ടിക്കറ്റ് കൊടുക്കൽ മാത്രം ഇഷ്യൂ അല്ല. കാരണം രാത്രി ചിലപ്പോൾ ഫോൺ വരും, എയർപോർട്ടിൽ സ്റ്റാൻഡ് ആയിട്ടുണ്ട്, ഉടനെ ഡമ്മി വേണം, അല്ലെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. പിന്നെ നാട്ടിൽ വന്ന പ്രവാസി എന്ന നിലയിൽ എനിക്കൊരു ഉപദേശമുള്ളത്, നാട്ടിൽ നിന്ന് ഇപ്പം ക്യാൻസലായി വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇൻട്രസ്റ്റിലെ താല്പര്യമില്ല സ്ഥാപനങ്ങൾ മാത്രം തുടങ്ങുക. ആരെയും ഷെയർ കൂട്ടുക അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അവനൊരു ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു 100 പേർക്കും ഡെയിലി കിട്ടില്ല, എന്നാലും അത് മതി, സമാധാനം ഉണ്ടാവും. അതാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? ഇഷ്ടംപോലെ. ഗൾഫിൽ അവർ അറിയില്ല ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് നടത്തിട്ട് പൈസ വന്നു. അല്ല, പലരും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം എടുക്കുന്നത് സലാം ഷാ അവർക്ക് സ്വന്തമായി ചെയ്യാനുള്ള ഭയം കൊണ്ടാണ്. അത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ്. അവരവര് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ഏറ്റവും ചെറുതായാലും സാറിന്റെ വലുതായാലും സാറില്ല, അവന്റെ ആ ഒരു മാൻ പവറിന് ചെയ്യാൻ പറ്റുന്ന അല്ലെ. എല്ലാവർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല. ഓരോക്കെ ഒരു പാഷൻ ഉണ്ടാവും. അതെ അതെ. നിങ്ങളിപ്പോ ട്രാവൽസ് എന്ന് ട്രാവൽസ് അതിനെ വലുതാക്കുക, അതിന്റെ ആ ഒരു ഡെവലപ്പ് ചെയ്യാം ആ കഴിവിനെ. ഇല്ല മറ്റുള്ളവർ ആടെ ഹോട്ടൽ തുടങ്ങി ഇത് ജെല്ലർ തുടങ്ങിന്ന് പറഞ്ഞിട്ട് പോയാൽ ചിലപ്പോൾ കംപ്ലീറ്റ് വീണാ പിന്നെ എണീക്കാൻ പിന്നെ എല്ലാവർക്കും ബാധ്യതയാവും. പ്രവാസികളുടെ പല കഥകളും പല കാര്യങ്ങളും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. പ്രവാസികൾ വളരെ പാവങ്ങളാണ്. അതെ, അവർക്കൊന്നും ചെയ്യാൻ അറിയില്ല. ഈ കാണുന്ന പൊങ്ങച്ചവും ഇതൊക്കെ ഉള്ളൂ. വീടാ തന്നെ, പിന്നെ ആരും ഉണ്ടാവില്ല, സുഹൃത്തുക്കളും ഉണ്ടാവില്ല, അടുത്ത ആൾക്കാരും ഉണ്ടാവില്ല. 50 രൂപ ലാഭമില്ലെന്നും ബിസിനസ് അത് ലാഭം, അത് മതി. പ്രവാസികളെ സംബന്ധിച്ചുള്ള നിങ്ങൾ കൊടുത്ത ഏറ്റവും നല്ല ഉപദേശങ്ങൾ. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഹൈറിലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാം വലിയ പ്രചോദനമാണ്.